പാവപ്പെട്ട ഒരു പുരുഷന് കൊക്കിക്കുറച്ച് ബസ് കൂലിക്ക് കാശില്ലാതെ അവിടെ നിൽക്കുക. ഇവിടെ മാസം 80,000, 1 ലക്ഷം, 1.5 ലക്ഷം ശമ്പളം വാങ്ങുന്നതുകൊണ്ട് 2 നേരം ഫ്രീ ആയിട്ട് പോവാ. അതെന്ത് ന്യായം, എന്ത് നീതി? അത് പരിപാടിയാണ്. പ്രൈവറ്റ് വണ്ടിക്കാരുടെ കാര്യം കഷ്ടമാണ്. സാധാരണക്കാർക്ക് അത് മെച്ചാണ്. പക്ഷെ 70,000, 80,000 വാങ്ങുന്ന ഗവൺമെന്റ് ജോലിക്കാർക്ക് അത് ലാഭത്തോട് ലാഭമായിരിക്കും അല്ലേ? ആണുങ്ങൾക്കും അവർക്ക് സീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കും കൊടുക്കണം. എല്ലാരും അതിലങ്ങനെ കയറി പോയിരിക്കൊന്നും ചെയ്യരുത്. സൗജന്യ യാത്ര സ്ത്രീകൾക്ക് അനുവദിച്ചത് KSRTC നല്ല കാര്യമാണ്. പക്ഷെ അതിൽ കൂടുതലും ആളുകൾ അത് അവർക്ക് കിട്ടാത്തത് എന്താ സംഭവം എന്ന് വെച്ചാല്, എനിക്കറിയാം, ഞാൻ അറിയുന്ന ഒരു കുടുംബത്തിൽ നിന്നും 3 ആൾ ടീച്ചേഴ്സാണ്. അവർക്ക് 3 ആൾക്കും ഇവിടെ 2,90,000 രൂപ ഒരു മാസം കിട്ടുന്നുണ്ട്. അവർക്ക് എന്തിനാണ് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നത്? ഈ സാമ്പത്തിക സംഭരണമാണ് ഇതിൽ നോക്കേണ്ടത്. ഗവൺമെന്റ് സാമ്പത്തിക സംഭരണം, വിവേചനം വേണ്ടെന്നായിരിക്കും. ഒരു വിവേചനമല്ല, വിവേചനം തന്നെയാണ്. ഒരു മരുന്ന് വാങ്ങാൻ പാവപ്പെട്ട ഒരു പുരുഷന് കൊക്കിക്കുറച്ച് ബസ് കൂലിക്ക് കാശില്ലാതെ അവിടെ നിൽക്കുക. ഇവിടെ മാസം 80,000, 1 ലക്ഷം, 1.5 ലക്ഷം ശമ്പളം വാങ്ങുന്നതുകൊണ്ട് 2 നേരം ഫ്രീ ആയിട്ട് പോവാ. അതെന്ത് ന്യായം, എന്ത് നീതി? അത് ഗവൺമെന്റിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. അതന്നെ നല്ല സാറിന് അതിന്റെ അഭിപ്രായം എന്താണ്? പറഞ്ഞ കാര്യം കറക്റ്റാണ്. 3 ആൾ കൂടിയിട്ട് 2,90,000 രൂപ ഒരു മാസം വീട്ടിൽ വരുമാനം വരുന്നുണ്ട്. അവര് പോകുന്നത് ഒരിക്കലും ഇല്ല. സാമ്പത്തിക സംഭരണമാണ് ഗവൺമെന്റ് നടപ്പിലാക്കേണ്ടത്. ശരി, നിങ്ങളുടെ അഭിപ്രായം? നല്ല കാര്യം, നല്ല തീരുമാനം. നല്ല തീരുമാനം. പക്ഷെ അഭിപ്രായമുള്ളവരുണ്ട് കേട്ടോ. ഇവര് കണ്ടക്ടർ വളരെ എതിർത്താണ് സംസാരിച്ചത്. മാഡം, നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളൊരു ഗവൺമെന്റ് ജീവനക്കാരും കൂടിയാണോ? ഞാൻ ഗവൺമെന്റ് ജീവനക്കാരിയൊന്നല്ല. ടാഗ് കാണും. ഏതായാലും പറഞ്ഞോളൂ, നിങ്ങളുടെ അഭിപ്രായം പറയും. കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒക്കെ നല്ല രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. രീതിയിലല്ലേ? അതല്ല, എന്താ ഇപ്പോ ആണുങ്ങൾക്കും അവർക്ക് സീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കും കൊടുക്കണം. എല്ലാരും അതിലങ്ങനെ കയറി പോയിരിക്കൊന്നും ചെയ്യരുത്. അവർക്ക് അവരുടേതായ ഇത് കൊടുക്കണം. സൗജന്യം എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. ഒരുപാട് ലാഭമുണ്ടോ? ദിവസയാത്ര ചെയ്യുന്ന ആളാണ്? അല്ലല്ല, നമ്മള് വല്ലപ്പോഴും പോണ ആളാണ്. പക്ഷെ നിത്യയാത്ര ചെയ്യുന്നവർക്ക് നല്ല ഉപകാരമാണ്. നമ്മൾ നല്ല ആൾക്കാരുണ്ട്. നിത്യ രാവിലെ വൈകുന്നേരം പോവുക, രാവിലെ ഇങ്ങോട്ട് പോരുക. പൈസക്ക് ഒരു ലാഭല്ലേ? നല്ല അഭിപ്രായം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും 60 വയസ്സിന്റെ മേലെ മതിയായിരുന്നു. അങ്ങനെ ഒരു താല്പര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വയസ്സ് മുതലുള്ള താല്പര്യമല്ല, വയസ്സ് തെളിയിക്കാൻ ആധാർ കാർഡ് കൊടുക്കാതിരിക്കുന്നത് കൊണ്ടുള്ള ഒരു അമർഷമാണോ? അല്ല, അങ്ങനെ നമ്മളൊരു അഭിപ്രായം അങ്ങനെയാണ്. നല്ലതാണ്. എന്ന് യാത്ര KSRTC-ലാണോ സ്ഥിരം പോകും വരും ചെയ്യുന്നത്? അതെ. സാധാരണക്കാരനൊക്കെ കുറച്ച് മെച്ചങ്ങളുണ്ട്. അല്ലാതെ വലിയൊരു ഇതൊന്നും പുരുഷന്മാർക്ക് അനുവദിക്കാത്തതിലൊരു വിഷമവും അനുഭവം ഉണ്ടോ? പുരുഷന്മാർക്ക് 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇങ്ങനൊരു ഇപ്പൊ ഇറക്കിയ നിയമം പോലുള്ളൊരു നിയമം പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം. സീനിയർ സിറ്റിസന് ഫ്രീ കൊടുക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ഗവൺമെന്റിന് ഒരുപാട് നഷ്ടം വരും. ആ പൈസ അവരെ എവിടെ നിന്ന് കണ്ടുപിടിക്കും? നഷ്ടം വരും. താങ്കൾ